ഇന്ന് എല്ലാ പാരന്റ്സിനെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ് കുട്ടികളിലെ അഗ്രസീവ്നെസ്. എന്തുകൊണ്ടാണ് എൻ്റെ കുട്ടി വളരെ അഗ്രസീവായി പെരുമാറുന്നത് എന്നതിനെക്കുറിച്ച്. അതായത് ഇപ്പോൾ എൻ്റെ കുട്ടി ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, ഭയങ്കരമായിട്ട് ദേഷ്യം പിടിക്കുന്നു, വീട്ടിലുള്ള സാധനങ്ങൾ വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ എറിഞ്ഞു പൊട്ടിക്കുന്നു. ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഷോപ്പിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാധനം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിലത്ത് കിടന്ന് ഉരുണ്ട് കരയുക, ഇങ്ങനെയുള്ള കുറെ കാരണങ്ങൾ. ഇതിന് പിന്നിലുള്ള യഥാർത്ഥ ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സൈക്കോളജിസ്റ്റുകളായ BF സ്കിന്നറുടെയും ആൽബർട്ട് ബണ്ടൂരിയുടെയും ബിഹേവിയറൽ ആൻഡ് സോഷ്യൽ ലേണിംഗ് തിയറി പ്രകാരം കുട്ടികളിലെ അഗ്രസീവ് ബിഹേവിയറിനെ സ്വാധീനിക്കുന്ന ചില പ്രധാന ഘടകങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് പറയുന്ന 4 ഘടകങ്ങളും അത് കുട്ടികളുടെ പെരുമാറ്റത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് അറ്റൻഷൻ സീക്കിംഗ് ആണ്. ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പോൾ ഒരു കുട്ടിയുടെ പാരന്റ് ഒരു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒരുപാട് ജോലി ഉണ്ടാവും, ആ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടി അമ്മേനെ വിളിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും ആ സമയത്ത് എന്ത് ചെയ്യില്ല, അമ്മ കുട്ടിയുടെ അടുത്തേക്ക് പോവില്ല. പിന്നെ വരാം എന്നും പറഞ്ഞ് അമ്മയുടെ ജോലിയിൽ തന്നെ ഏർപ്പെടും. ഇതേ സമയം നിങ്ങളുടെ ഒരു മൊബൈലോ അല്ലെങ്കിൽ ഒരു ടിവിയുടെ റിമോട്ടോ എന്തെങ്കിലും താഴേക്കിട്ട് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയം തന്നെ എല്ലാ പണിയും മാറ്റി വെച്ചിട്ട് ഈ കുട്ടിയുടെ അമ്മ കുട്ടിയുടെ അടുത്തേക്ക് ഓടി വരും. BF സ്കിന്നറിന്റെ തിയറി പ്രകാരം ഇതിന് പറയുന്നത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് എന്നാണ്. അതായത് ചീത്ത പറയാനാണെങ്കിൽ പോലും മാതാപിതാക്കളുടെ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടാണ് കുട്ടി ഇവിടെ അങ്ങനെ ചെയ്തത്. കുട്ടിയുടെ ലക്ഷ്യം എന്താണോ അത് സാധിച്ചത് കൊണ്ട് തന്നെ അടുത്ത തവണയും കുട്ടി എന്ത് ചെയ്യും, ഇത് ആവർത്തിക്കും. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് എസ്കേപ്പ് ഫ്രം ദി ടാസ്ക്. അതായത് നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഒരു എക്സാമ്പിൾ ആണ്. കുട്ടി ഇപ്പോൾ സ്കൂളൊക്കെ വിട്ടു വന്നു, വീട്ടിലെത്തി. അപ്പോൾ ഹോംവർക്ക് ചെയ്യാനായിട്ട് പറയുന്നു. അപ്പോൾ കുട്ടിക്ക് ഹോംവർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ദേഷ്യം പിടിച്ച് കരയുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ രാവിലെ ആയി, അപ്പോൾ എണീക്കാനൊക്കെ മടിയുണ്ടാവും. ആ സമയത്ത് കുട്ടിക്ക് സ്കൂളിൽ പോകണ്ട എന്ന് പറഞ്ഞ് കരയുന്നു. അപ്പോൾ ആദ്യത്തെ 1-2 പ്രാവശ്യമൊക്കെ ആണെന്നുണ്ടെങ്കിൽ പാരന്റ്സ് എന്ത് ചെയ്യും, ആ ശരി ഇന്നൊരു ദിവസം അല്ലേ പോകണ്ട എന്ന് കുട്ടീൻ്റെ അടുത്ത് പറയും. അപ്പൊ ഇവിടെ കുട്ടി ചിന്തിക്കുന്നത്, തങ്ങൾ ദേഷ്യം കാണിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടും, പിന്നീട് അത് ചെയ്യണ്ട എന്നുള്ളൊരു തോട്ടാണ് അവിടെ വർക്ക് ചെയ്യുക. അപ്പൊ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഞാൻ ദേഷ്യം പിടിച്ച് കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് രക്ഷപ്പെടാം എന്നതാണ് ഈ ഒരു അഗ്രഷന് പിന്നിൽ. മൂന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ടാങ്കിബിൾ റിവാർഡ്സ് അല്ലെങ്കിൽ പ്രതിഫല വസ്തുക്കൾ നേടിയെടുക്കും. അതായത് നമ്മുടെ വീടുകളിൽ തന്നെ ഉണ്ട് എക്സാമ്പിൾ. ഏറ്റവും കൂടുതൽ നമ്മൾ കുട്ടികളെ കൊണ്ട് പുറത്ത് പോകുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഷോപ്പിലൊക്കെ കയറുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ മിഠായി വേണം, എനിക്ക് ഈ ടോയ് വേണം എന്ന് പറഞ്ഞ് കുട്ടികൾ വാശി പിടിച്ച് അവിടെ ഫ്ലോറിൽ കിടന്ന് ഉരുണ്ട് കരയുക. അതുപോലെ തന്നെ അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ നാണക്കേട് എന്നൊരു കാര്യം വിചാരിച്ച് പാരന്റ് ആ കുട്ടിക്ക് അത് വാങ്ങിക്കൊടുക്കും. അപ്പൊ കുട്ടീന്റെ ഇടയിൽ തോട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെയാണ് നമ്മളിപ്പോൾ വീടുകളിൽ ഇപ്പോൾ പതിവായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് മൊബൈലിന് വേണ്ടിയിട്ട് കുട്ടികൾ കരയുന്നത്. അപ്പോൾ മൊബൈലിന് വേണ്ടി കുട്ടി കരയുമ്പോൾ കുറേ ഇങ്ങനെ കരഞ്ഞു കഴിയുമ്പോൾ പാരന്റ് എന്ത് ചെയ്യാണ്, ആ കരച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് കുട്ടിക്ക് പിന്നീട് മൊബൈൽ കൊടുക്കുകയാണ്. അപ്പോൾ കുട്ടി ചിന്തിക്കുന്നത്, ഓക്കെ ഞാൻ കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മൊബൈൽ കിട്ടും. അങ്ങനെയാണ് ഇവിടെ ഈ കുട്ടിക്ക് അഗ്രസീവ് ആയിട്ടുള്ള ഒരു പെരുമാറ്റം വരുന്നത്. നാലാമത്തെ റീസൺ എന്ന് പറയുന്നത് ഒബ്സർവേഷൻ ആൻഡ് ഇമിറ്റേഷൻ. അതായത് സൈക്കോളജിസ്റ്റ് ആയ ആൽബർട്ട് ബണ്ടൂരിയുടെ സോഷ്യൽ ലേണിംഗ് തിയറി പ്രകാരം അദ്ദേഹം പറയുന്നത്, കുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കണ്ണാടി പോലെയാണ്. ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും അവർ ഒപ്പിയെടുക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് ഇപ്പോൾ സ്കൂളുകളിൽ മറ്റു കുട്ടികൾ തമ്മിൽ വഴക്കിടുമ്പോഴോ അല്ലെങ്കിൽ മുതിർന്നവർ തമ്മിൽ പരസ്പരം ബഹളം വെക്കുന്നത് ശ്രദ്ധിക്കുമ്പോഴോ, അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾ ഇപ്പോൾ ഒരുപാട് ഈ ടിവിയിലാണെന്നെങ്കിലും മൊബൈലാണെന്നുണ്ടെങ്കിലും കാർട്ടൂണുകൾ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കാണുമ്പോഴോ അതൊക്കെ അവരെന്ത് ചെയ്യണം, അവരുടെ മനസ്സിലേക്ക് അതൊക്കെ അവർ ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്തെങ്കിലും കാർട്ടൂണുകളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മൊബൈലിൽ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ കാണുകയാണെന്നുണ്ടെങ്കിലും ആ കാണുന്നതിൽ നിന്ന് ഓക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ആഗ്രഹം നേടിയെടുക്കാൻ പറ്റും എന്ന് അവരുടെ മൈൻഡിലേക്ക് അത് ഒപ്പിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി അവർ അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുന്നു. അങ്ങനെ ഈ രീതിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അവർ ആ ഒരു ഇമിറ്റേഷനിലൂടെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഉള്ള പെരുമാറ്റം നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നോക്കാം. അതായത് ഇപ്പൊ കുട്ടി വളരെ നല്ല രീതിയിൽ പെരുമാറുന്നുണ്ട്, അല്ലെങ്കിൽ വളരെ ശാന്തനായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ചെറിയ ചെറിയ റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. കുട്ടി വളരെ അഗ്രസീവ് ആയിട്ട് ഇരിക്കുന്ന സമയമാണ് എന്നുണ്ടെങ്കിൽ അധികം അറ്റൻഷൻ കൊടുക്കുന്നത് ഒഴിവാക്കുക. ഇപ്പോൾ അതുപോലെ ഇപ്പൊ കുട്ടികൾ ഹോംവർക്ക് ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, ചെയ്യാൻ പറ്റുന്നില്ല എന്ന് ബഹളം വെച്ച് കരയാണ് എന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഒന്ന് വെയിറ്റ് ചെയ്യാം. അതായത് അവർ ഒന്ന് കാം ആകുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, മെല്ലെ മെല്ലെ ചെയ്യിക്കാനായിട്ട് നോക്കുക. അതുപോലെ ഇപ്പൊ ഒറ്റയ്ക്ക് ഫുള്ള് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ടാസ്ക് ബൈ ടാസ്ക് ആയിട്ട് കുട്ടിക്ക് കൊടുത്തിട്ട് അത് അവരെ കൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യിക്കാനായിട്ട് നോക്കുക. അടുത്തത്, കുട്ടികൾ ഭയങ്കരമായിട്ട് അവരുടെ ടാൻട്രംസ്, അവരുടെ ഒരു വാശികളൊക്കെ കാണിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനധികം എന്ത് ചെയ്യരുത്, അറ്റൻഷൻ കൊടുക്കരുത്. അതിനൊരു സപ്പോർട്ട് ചെയ്യരുത്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടി ഇപ്പോൾ കടയിലോ അല്ലെങ്കിൽ ഫോണിനോ എന്തെങ്കിലും സാധനങ്ങൾക്ക് വേണ്ടി കരയാണ് എന്നുണ്ടെങ്കിൽ അധികം അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ അത് വാങ്ങിക്കൊടുക്കരുത്. അങ്ങനെ വാങ്ങി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ആ കുട്ടി ആ ഒരു പെരുമാറ്റം കണ്ടിന്യൂ ചെയ്യും. അതായത് ആ ഒരു അഗ്രസീവ് ബിഹേവിയർ കുട്ടി കണ്ടിന്യൂ ചെയ്യും. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ബി എ റോൾ മോഡൽ എന്നുള്ളത്. കുട്ടികൾ എപ്പോഴും പാരന്റ്സിനെ നോക്കിയിട്ടാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ അവരുടെ ഫസ്റ്റ് ഹീറോസ് എന്ന് പറയുന്നത് അവരുടെ പാരന്റ്സ് ആണ്. അപ്പൊ പ്രകോപനപരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ വളരെ ശാന്തമായിട്ട് പെരുമാറാനായിട്ട് മുതിർന്നവർ ശ്രദ്ധിക്കും. കുട്ടികളിലെ അഗ്രഷൻ എന്നുള്ളത് നമുക്ക് ഒരു ഒറ്റ ദിവസം കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതിന് ക്ഷമയും അതുപോലെ തന്നെ അതിനനുസരിച്ചുള്ള ഒരു പാരന്റിങ് സ്റ്റൈലും ആണ് നമ്മൾ സ്വീകരിക്കേണ്ടത്.
ഈ ഒരു 4 കാരണങ്ങൾ മനസ്സിലാക്കി നമ്മൾ പെരുമാറുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്കത് നിയന്ത്രിക്കാനായിട്ട് പറ്റും. ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ചൈൽഡ് സൈക്കോളജിസ്റ്റിന്റെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലറിന്റെയോ അടുത്ത് നിങ്ങൾ